ഏതെങ്കിലും ബന്ധങ്ങളിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ചിലരൊക്കെ കർത്താവേ ഈ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ കർത്താവ് കാണിച്ചു തരുന്നു. ചില ബന്ധങ്ങളിൽ വലിയ നുറുങ്ങിയ അവസ്ഥ, ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അതെങ്ങനെ വീണ്ടും തിരിച്ചു പിടിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട്. ചില വാക്കുകൾ വായിൽ നിന്ന് വീണുപോയി, അതിൻ്റെ പേരിൽ ബന്ധം മുറിഞ്ഞുപോയി, അങ്ങനെ വിഷമിക്കുന്നവരുണ്ടല്ലോ. പ്രാർത്ഥിച്ചേ, നഷ്ടപ്പെട്ടു പോയ ബന്ധം തിരിച്ചു പിടിക്കണം. സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ഒഴുകുമ്പോൾ ആ നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കാൻ പറ്റും. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബങ്ങളിലുണ്ടല്ലോ. ദിവസങ്ങളായി പരസ്പരം സംസാരിക്കാതെ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ. മക്കളോട് വലിയ വെറുപ്പിൽ കഴിയുന്ന മാതാപിതാക്കളുണ്ടല്ലോ. സഹോദരങ്ങളോട് ചില കാര്യങ്ങളുടെ പേരിൽ എതിർത്ത് സംസാരിച്ച്, കൈപ്പേറിയ കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടോ? പരിശുദ്ധാത്മാവോട് പറ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി, സൗഖ്യമായി, ശക്തിയായി എന്നിൽ നിറയണം. ആഗ്രഹിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ചേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ഇറങ്ങണമേ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. പ്രാർത്ഥിച്ചേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ഇറങ്ങണമേ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണമേ, ഒഴുകണേ. യെസ്, ഒഴുകണേ. ആത്മശക്തിയായി ഒഴുകണമേ. എന്നിലത് സംഭവിക്കട്ടെ. ആമേൻ. ഒഴുകണേ, ആത്മശക്തിയായി ഒഴുകണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും കുടുംബ ജീവിത അവസ്ഥയിൽ ഭാരം, സാമ്പത്തികമായ ഞെരുക്കം, വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, അഡ്മിഷൻ ശരിയാവുന്നില്ല, ജീവിതത്തിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും അങ്ങോട്ട് ക്രമീകരിക്കപ്പെടുന്നില്ല, ചില സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ദിവസങ്ങളായി ഓടി നടക്കുന്നു, ഒന്നും അങ്ങ് ശരിയാവുന്നില്ല, വിദേശത്ത് പോകാൻ വേണ്ടി മകൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഓടി നടക്കുന്ന അപ്പനും അമ്മയൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ചില കാര്യങ്ങൾക്ക് പണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, പക്ഷെ തിരിച്ചു കിട്ടുന്നില്ല. ഇപ്പം ശരിയാകും എന്നും പറഞ്ഞ് നടക്കുന്നു, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. പരിശുദ്ധാത്മാവേ, എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. പരിശുദ്ധാത്മാവേ, വഴി തുറക്കണം, ഉത്തരം വേണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ അഭിഷേകമായിട്ട് പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. ഓരോ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള വലിയൊരു ത്യാഗപൂർണമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ വിഷയങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. ആത്മാവേ, ഞങ്ങളെ നയിക്കണം, ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി 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 വെളിപ്പെടണേ. ആമേൻ.